ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ സാമൂഹ്യശാസ്ത്രം സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കാം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. മധ്യകാല യൂറോപ്പിൽ സമൂഹത്തിലെ വിവിധ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വിഭാഗങ്ങളുടെ സവിശേഷതകൾ നൽകിയിരിക്കുന്നു. വിഭാഗമേതെന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സവിശേഷത നോക്കാം. സമൂഹത്തിലെ ഉയർന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ സ്ഥാനം. അധികാര പരിധിയിലെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥർ. വിഭാഗം ഏതാണ്? അതെ, ആരാണ്? രാജാവാണല്ലേ വിഭാഗം, രാജാവ്. ദെൻ കൃഷിയിടങ്ങളിലും വീടുകളിലും ജോലി ചെയ്യൽ. കർഷകർ അഥവാ അടിയാളന്മാരാണല്ലേ. കൃഷിയിടങ്ങളിലും വീടുകളിലും ജോലി ചെയ്യൽ ഉടുകർ, കർഷകർ അല്ലെങ്കിൽ അടിയാളന്മാർ എന്ന് എഴുതുക. ദെൻ സൈനിക സേവനം നൽകൽ പ്രഭുക്കന്മാരാണ്. ദെൻ പ്രഭുക്കന്മാർക്ക് സേവനം നൽകൽ ഏത് വിഭാഗമാണ്? അതെ, ഇടപ്രഭുക്കന്മാരാണ്. അപ്പം എന്താണ്? 1 രാജാവ്, 2 കർഷകർ അഥവാ അടിയാളന്മാർ, 3 പ്രഭുക്കന്മാർ, 4 ഇടപ്രഭുക്കന്മാർ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന മാനറിൽ എന്തെല്ലാം ഉൾപ്പെട്ടിരുന്നു? എന്തെല്ലാമാണ് ഉൾപ്പെട്ടിരുന്നത്? അതെ, കൃഷിഭൂമി, മേച്ചിൽ സ്ഥലങ്ങൾ, പ്രഭുവിൻ്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ അഥവാ അടിയാളന്മാരുടെ കുടിലുകൾ, പ്രാർത്ഥനാലയം. എന്തൊക്കെയാണ്? കൃഷിഭൂമി, മേച്ചിൽ സ്ഥലങ്ങൾ, പ്രഭുവിൻ്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ അഥവാ അടിയാളന്മാരുടെ കുടിലുകൾ, പ്രാർത്ഥനാലയം എന്നിവ ഉൾപ്പെട്ടതാണ് എന്ത്? അതെ, മാനർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രവർത്തനം 2 നോക്കാം. ഇന്ത്യയിൽ ഇന്നു കാണുന്ന ക്ഷേത്ര നിർമ്മാണ രീതി വിവിധ ഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ്. മഹാബലിപുരത്തെ പഞ്ചരഥങ്ങൾ, ആസാമിലെ കാമാഖ്യ ക്ഷേത്രം, മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രം. ചിത്രങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ. ഞാൻ നോക്കൂ, ചിത്രങ്ങൾ നിരീക്ഷിച്ച് മധ്യകാല ഇന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണ ശൈലിയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് എഴുതാം. മഹാബലിപുരത്തെ പഞ്ചരഥങ്ങൾ ഓരോന്നും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. ഈ ശൈലിയുടെ വികസിത രൂപം എന്ന നിലയിൽ ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ഉദാഹരണം കാമാഖ്യ ക്ഷേത്രം, ആസാം. ഏത് സംസ്ഥാനം ഏതാണ്? ആസാമിലാണല്ലേ. തുടർന്ന് ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന സമ്പ്രദായം വ്യാപകമായി. ഉദാഹരണം ഖജുരാഹോ ക്ഷേത്രം, മധ്യപ്രദേശ്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ലഘു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബി. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിൻ്റെ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത് ഏതു വാസ്തുവിദ്യാ ശൈലിയിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിലാണ്? അതെ, ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതിയാണ്. എന്താണ് ആൻസർ? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി. ദെൻ കുത്തബ് മീനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുതുബ്ദീൻ ഐബക്ക്, ഇൽതുമിഷ്, ഷാജഹാൻ, ഹുമയൂൺ. ആരാണ്? യെസ്, കുതുബ്ദീൻ ഐബക്ക് ആണല്ലേ. ആൻസർ ഓപ്ഷൻ എ. ദെൻ പ്രവർത്തനം 3. ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കുമുള്ള അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖല. ക്വസ്റ്റ്യൻ എന്താണ്? നൽകിയിരിക്കുന്ന സൂചനകൾ അടിസ്ഥാനമാക്കി മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ ജനജീവിതത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. സൂചനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ്? ഭക്ഷണം, ഭവന നിർമ്മാണം, ദെൻ വസ്ത്രധാരണം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്? അതെ, വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത്. അതുപോലെ അവരുടെ മുഖ്യ ഭക്ഷണം എന്ന് പറയുന്നത് എന്തായിരുന്നു? കസാവ് അഥവാ മരച്ചീനിയായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? കായ്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഭക്ഷണമാക്കുന്നു. മാനിൻ്റെ തുകലും ഇലകളും വസ്ത്രമായി ഉപയോഗിച്ചിരുന്നു. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ വീടുണ്ടാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്? വേട്ടയാടിയാണ് അവർ ജീവിച്ചിരുന്നത്. അതുപോലെ മുഖ്യ ഭക്ഷണം അവരുടെ എന്തായിരുന്നു? കസാവയായിരുന്നു. അതുപോലെ കായ്ക്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഭക്ഷണമാക്കുന്നു. മാനിൻ്റെ തുകലും ഇലകളും വസ്ത്രമായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ വീടുണ്ടാക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നൽകിയിരിക്കുന്നവയിൽ മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അതെ, ഒറാങ്ങുട്ടാനാണല്ലേ. ആൻസർ എന്താണ്? ഒറാങ്ങുട്ടാൻ. ദെൻ പ്രവർത്തനം 4. സൂചനകൾ വായിച്ച് ഉത്തരം കണ്ടെത്തി എഴുതുക.
ഒന്നാമത്തെ ചോദ്യം, സൽത്തനത്ത് മുഗൾ കാലഘട്ടങ്ങളിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി ഇന്ത്യയിൽ രൂപപ്പെട്ട് വികാസം പ്രാപിച്ച സംഗീത ശൈലി ഏതാണ്? അത് ഹിന്ദുസ്ഥാനി സംഗീതമാണ്. ആൻസർ ഹിന്ദുസ്ഥാനി സംഗീതം. ദെൻ ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലൂടെ വികാസം പ്രാപിച്ച 2 പ്രാദേശിക ഭാഷകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. എന്തൊക്കെയാണ്? മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. മധ്യകാലഘട്ടത്തിൽ ചിത്രരചനയ്ക്ക് സ്വീകരിച്ച ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു? മധ്യകാലഘട്ടത്തിൽ ചിത്രരചനയ്ക്ക് സ്വീകരിച്ച ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു? അതെ, രാമായണത്തിലെയും ബൈബിളിലെയും ആശയങ്ങൾ, കൊട്ടാര ജീവിതം, അതുപോലെ തന്നെ പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ. എന്തൊക്കെയാണ്? രാമായണത്തിലെയും ബൈബിളിലെയും ആശയങ്ങൾ, കൊട്ടാര ജീവിതം, പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ. ഇതിൽ പ്രവർത്തനം 5 നോക്കാം. ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം. ക്വസ്റ്റ്യൻ എന്താണ്? പട്ടികയിൽ നൽകിയിരിക്കുന്ന മരുഭൂമികൾ ഏതൊക്കെ വൻകരയിൽ ഉൾപ്പെട്ടതാണെന്ന് എഴുതുക. മരുഭൂമികൾ, താർ മരുഭൂമി ഏത് വൻകരയിലാണ്? അത് ഏഷ്യ വൻകര. ദെൻ അറ്റക്കാമ തെക്കേ അമേരിക്ക. ദെൻ മൊഹേവ് വടക്കേ അമേരിക്ക. ദെൻ സഹാറ ആഫ്രിക്ക. അപ്പോൾ താർ ഏഷ്യ, അറ്റക്കാമ തെക്കേ അമേരിക്ക, മൊഹേവ് വടക്കേ അമേരിക്ക, ദെൻ സഹാറ ആഫ്രിക്ക. ദെൻ ഇന്യൂഡ് ഗോത്രവർക്കാർ മഞ്ഞുവട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അതെ, ഇഗ്ലു ആണല്ലേ. ആൻസർ എന്താണ്? ഇഗ്ലു. ദെൻ പ്രവർത്തനം 6. പ്രധാനപ്പെട്ട അക്ഷാംശങ്ങൾ രേഖപ്പെടുത്തിയ ഗ്ലോബിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിൻ്റെയും പേരെഴുതുക. 66 ഡിഗ്രി വടക്ക് ഏതാണ്? അതെ, ആർട്ടിക് വൃത്തമാണല്ലേ. 66 ഡിഗ്രി വടക്ക് ആർട്ടിക് വൃത്തം. ദെൻ 23 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ. ദെൻ 23 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖ. ദെൻ 66 ഡിഗ്രി തെക്ക് ഏതാണ്? യെസ്, അന്റാർട്ടിക് വൃത്തമല്ലേ. അപ്പോൾ എ ആർട്ടിക് വൃത്തം, ബി ഉത്തരായന രേഖ, സി ദക്ഷിണായന രേഖ, ഡി അന്റാർട്ടിക് വൃത്തം. ദെൻ ഭൂമധ്യരേഖയുടെ സവിശേഷതകൾ എന്തെല്ലാം? ബി ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമധ്യരേഖയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഗ്ലോബിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന നീളമേറിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖയുടെ കോണീയ അളവ്. ഗ്ലോബിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന നീളമേറിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഈ രേഖയുടെ കോണീയ അളവിനെയാണ് ഭൂഗോളത്തെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നത് ഭൂമധ്യരേഖയാണ്. ഇതിൽ പ്രവർത്തനം 7 നോക്കാം. നല്ല സൂര്യപ്രകാശമുള്ള ഒരു ദിവസം ബാബുമോൻ യാത്ര തിരിച്ചു. അവൻ്റെ യാത്രയിലെ വിവിധ സമയത്തിൽ നിഴലുകളാണ് നൽകിയിരിക്കുന്നത്. ഓരോ ചിത്രത്തിലെയും നിഴൽ നിരീക്ഷിച്ച് ബാബുമോൻ സഞ്ചരിക്കുന്നതിൻ്റെ ഏത് ഭാഗത്തായിരിക്കും സൂര്യൻ എന്നെഴുതുക. ചിത്രം നോക്കൂ. അവ ഏത് ഭാഗത്തായിരിക്കും? അതെ, സൂര്യൻ സഞ്ചരിക്കുന്നതിൻ്റെ മുൻഭാഗത്തായിരിക്കും. ദെൻ ബി ചിത്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ മുകളിലായിരിക്കും. ദെൻ സി സഞ്ചരിക്കുന്നതിൻ്റെ പിൻഭാഗം. ദെൻ ഭൂമിയിൽ കാലങ്ങൾ മാറി മാറി വരുന്നത് ഭൂമിയുടെ ഏത് തരത്തിൽപ്പെട്ട ചലനം കാരണമാണ്? ഏത് തരത്തിലുള്ള ചലനമാണ്? അതെ, പരിക്രമണമാണ്. ബി ആൻസർ എന്താണ്? പരിക്രമണം. ദെൻ സി ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലാണ്? ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലാണ്? അതെ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഏത് ദിശയിലാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ദെൻ പ്രവർത്തനം 8 നോക്കാം. നൽകിയിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ഉൽപാദന ഘടകം ഏതെന്ന് കണ്ടെത്തി എഴുതുക. മണ്ണ്, ജലം, വനങ്ങൾ, വായു എന്നീ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെട്ടത് ഏതാണ്? അതെ, ഭൂമിയാണല്ലേ. ദെൻ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നത് തൊഴിൽ. ആൻസർ എന്താണ്? തൊഴിൽ. ദെൻ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാൻ സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തു എന്താണ്? അതെ, മൂലധനമാണ്. ദെൻ ഉൽപാദന ഘടകങ്ങളെ കൂട്ടിയോജിപ്പിക്കൽ സംഘാടനമല്ലേ. ഉൽപാദന ഘടകങ്ങളെ കൂട്ടിയോജിപ്പിക്കൽ സംഘാടനം.
ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഉൽപാദന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉൽപാദന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്നത് എന്താണ്? അതെ, എന്താണ്? ഉൽപ്പന്നമാണ് അല്ലേ? ആൻസർ എന്താണ്? ഉൽപ്പന്നം. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.